ശരിക്കും അത് ലൈക്ക് ഇപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഇപ്പോൾ കുറേ കൂടെ പ്രോഗ്രസീവ് ആണെന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും മേ ബി ഒരു പേരൻസും അങ്ങനെ ഇതുപോലെ അക്സെപ്റ്റ് ചെയ്ത് ആദ്യം തന്നെ കൂടെ നിൽക്കുന്നവർ വളരെ റെയർ ആയിരിക്കും അല്ലേ? ഇപ്പം ഒരുപാട് കുട്ടികൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകളുടെ പാരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര സന്തോഷം. എൻ്റെ പാരൻസ് അക്സെപ്റ്റ് ചെയ്യുന്നത് തന്നെ 2017 സ്കൂൾ ഓഫ് ഡ്രാമയുടെ അവിടെ വെച്ച് നമ്മൾ പഠിച്ചിട്ട് മഴവിൽ ധ്വനിയുടെ പറയാൻ മറന്ന കഥകൾ എന്ന് പറയുന്നൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ. അപ്പം അവിടെ വെച്ചിട്ട് വലിയൊരു ക്രൗഡായിരുന്നു നമ്മുടെ നാടകം കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു അത്. നമ്മൾ അതിനുശേഷം ഒരു 60-ലധികം വേദികൾ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ വലിയൊരു ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ നാടകം കാണാൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിൽ ആദ്യമായിട്ടൊരു ട്രാൻസ്ജെൻഡർ തിയേറ്റർ ടീം, അപ്പം ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളുകൾ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി. നിറയെ ആളുകളുടെ മുൻപിലാണ് എൻ്റെ പാരൻസ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത്, ഇത്രയും നാൾ ഞങ്ങൾക്കൊരു മകനായിരുന്നു, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു മകളാണ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഒരു മൊമെൻറ്റ്